ഹലോ ഗായ്സ്, കുറേ നാൾക്ക് ശേഷം എൻ്റെ ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. ഞാനിപ്പോ ഈ മിറർ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 5:30-6 മണി നേരമായിട്ടുണ്ട് രാവിലെ. ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ് ട്ടാ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റിലെ വീഡിയോ ആണ്. നമ്മൾ റെന്റ് വീട്ടിലായിരുന്ന സമയത്ത് ഐത്താടിനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നെ. ഞങ്ങൾ ഒരു പൊന്മുടി ട്രിപ്പ് പോകാനുള്ള പ്ലാൻ ആയിരുന്നു ട്ടാ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേറെ വീട് പോലെ തോന്നിയിരിക്കാം, വേറെ ഒന്നല്ല, അത് നമ്മൾ ആ റെന്റ് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വീഡിയോ ആട്ടാ. അതുകൊണ്ടാണ് ഈ വീഡിയോ. അങ്ങനെ കറക്റ്റ് ഒരു 6 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ ബാഗ് എല്ലാം പാക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ പോവാനായിട്ട്. ചിരിക്കടാ, നീ എന്താ ചിരിക്കാത്ത? നിന്നോട് എല്ലാരും പറയില്ല നിന്നെ കാണിക്കി ചിരിക്കുന്നത്. നിനക്ക് എന്താ എത്ര ജാടാ? ജാടല്ല ഗൈസ്, ചമ്മലാണ് അല്ലേ? പയ്യെ പോകുന്നത് തട്ടിയിരുന്നില്ലല്ലോ. ഇച്ചു ഹായ് ഹായ്. നമ്മൾ എവിടേക്ക് പോടേ ഇച്ചു? നമ്മൾ എവിടേക്ക് പോടേ? കാറാ? കാർ എവിടെ? എവിടെ? എന്ത് പൊട്ടിയാ? കുഞ്ഞുമുത്ത എന്താ ചെയ്ത എന്റെ മോനെ? കുഞ്ഞുമുത്ത തല്ലിയോ? കുഞ്ഞുമുത്ത തല്ലിയാ? തല്ലിയാ? കുഞ്ഞുമുത്തനെ നമുക്ക് തിരിച്ചടിക്കാട്ടാ. എന്തായാലും ഞാനും വിനും ജസ്റ്റ് ചേച്ചിയും ഐത്താട്ടിനും മിച്ചുകുട്ടിയും ഞങ്ങളുടെ എല്ലാ സാധന സാമഗ്രികളും വണ്ടിയുടെ ഡിക്കിൽ വെച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങാട്ടാ. ഞങ്ങൾ ഈ കപ്പിൾസ് മാത്രമല്ല, ഇനി ഒരു ഫാമിലിയും കൂടി ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. ഇനി നമ്മൾ അവരെ പിക്ക് ചെയ്യാനാണ് പോണത്. അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ ഇനി ആരാ ഉള്ളതെന്ന്. ഉറങ്ങാത്തതിന്റെ ആണ് എന്താണെന്ന് അറിയില്ല. വണ്ടിയിൽ കയറിയപ്പോ ഞാനെല്ലാം മറന്നുട്ടാ. വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ മറന്നേ. പിന്നെ കുറച്ചങ്ങ് ഓടി പോയതിനു ശേഷം ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോഴേക്കും ഇച്ചുകൂടി നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങുന്ന സ്റ്റൈൽ തന്നെ കണ്ടില്ലേ നിങ്ങൾ? ഇനി ആണെന്നുണ്ടെങ്കിൽ ചായ കാപ്പി ഒന്നും കുടിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും മാത്രമേ ചായ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരായിരുന്നുണ്ടെ പോയി മേടിച്ചിട്ട് വന്നത്. മൂന്നാർ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഐത്താടിന്റെ രഞ്ജിത്താന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കളിയാക്കി എന്നെ കരയിപ്പിക്കുന്ന ആ വക്കിലെത്തിക്കലാണ് ട്ടാ. അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നത് വിനു വഴിയാണ്. വിനുവിന്റെ അടുത്ത് ഞാൻ സങ്കടം പറയുമ്പോൾ വിനു അവരെ തിരിച്ച് കളിയാക്കൂട്ടോ. അങ്ങനെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര അങ്ങോട്ട് തുടരുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 2 കപ്പിൾസ് മാത്രമല്ല, ഇനി ഒരു കപ്പിളും കൂടി ഉണ്ടെന്ന്. അവരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. നേരെ ട്രിവാൻഡ്രം പാറശാലയ്ക്കാണ് കേട്ടോ പോണത്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൂർ ഇവിടേക്കായിരുന്നേ. അങ്ങനെയാട്ടാ ഞാൻ ട്രിവാൻഡ്രം കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പോണ വഴിക്കുള്ള സ്റ്റേഡിയം ആയാലും എയർപോർട്ട് ആയാലും ലുലുമാൾ ആയാലും എല്ലാതും മീൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇച്ചുകുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കാട്ട, അവളെ ഒന്നും അറിയുന്നില്ലേ. പിന്നെ ഈ വീഡിയോ എന്താണ് ഇത്രയും ലേറ്റ് ആവാൻ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണമാണ് ഇപ്പോഴാട്ടേക്ക് അതിനുള്ള സൗകര്യം അങ്ങോട്ട് കിട്ടിയത്. സത്യം പറഞ്ഞാല് ട്രിവാൻഡ്രത്ത് നിന്ന് പാറശാലയ്ക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള ആ റോഡ് ഉണ്ടല്ലോ, അത് കണ്ടിട്ട് എന്റെ പൊന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് രസാന്നറിയോ കാണാനായിട്ട്. ഫ്രണ്ടിലേക്ക് നോക്കിയേ. അങ്ങനെ നമ്മൾ രഞ്ജിത്താന്റെ വീടിന്റെ അവിടേക്ക് എത്തിയിട്ട് രഞ്ജിത്താനെ വിളിച്ചോണ്ടിരിക്കുവാണ് കറക്റ്റ് വഴി കിട്ടാനായിട്ട്. അപ്പോഴേക്ക് രഞ്ജിത്താട്ടൻ നമ്മളെ കണ്ടിട്ട് അവിടെ നടന്നു വരുവായിരുന്നു. പിന്നെ കാർ ഇടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു എല്ലാരും. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ടല്ലേ, ഇങ്ങനെ ഇട്ടാ ബൈക്ക് ഇറങ്ങി. ഹലോ മിസ്റ്റർ. ഹലോ. കഞ്ഞി എവിടെ? കഞ്ഞി താഴെ അവിടെ ഇരിപ്പുണ്ട്, റെഡിയാകുന്നുണ്ട്. കാറിന്ന് നമ്മളിപ്പോ ഇറങ്ങിയത്. ഇച്ചുകുട്ടി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിയപ്പോഴാട്ടോ അവൾക്ക് ബോധം വീണത്. അവൾ ആകെ നോക്കി നിക്കുവായിരുന്നു എന്താ ഇവിടെന്ന്. അത് നിങ്ങൾ ആരും മൈൻഡ് ആക്കണ്ട. എന്നെ ഡിക്കിക്കകത്തിട്ട് പൂട്ടും നട്ടാ രഞ്ജിത്തേട്ടൻ പറഞ്ഞോണ്ടിരിക്കണേ. പടിവാതിലും കടന്ന് നടന്നു പോകുന്ന ഈ കടവാവലാണ് അജിത്തേട്ടൻ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തന്നെയാണ്. നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടോണ്ട് ബാക്ക് കാണുമ്പോ മനസ്സിലാവില്ല എന്നുള്ളൂട്ടാ. കൊല കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരും. അല്ല, കരിക്കിന്റെ കൊല. അച്ഛന് കരിക്കിന്റെ കട ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഇവിടുത്തെ ചെന്തെങ്ങിന്റെ കൊല കണ്ടപ്പോ ഞാൻ എന്റെ അച്ഛനെ ഓർത്തു പോയിട്ടാ. പിന്നെ നല്ല ഹരിതാപവും പച്ചപ്പും നിറഞ്ഞ വീടാണ് രഞ്ജിത്തേട്ടന്റെ വീട്. ഞാൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഒക്കെ വലയിട്ട് മൂടി വെച്ചിരിക്കുക.
കുരുമുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നോ. ഞങ്ങളുടെ ഇപ്പൊ കുരുമുളകുണ്ട് ഉണക്കാൻ വെച്ചിരിക്കുക. എന്താ പഞ്ഞി നോക്കി. കുറെ പൂവിടുന്ന ചെടികളും ഇലച്ചെടികളും കുരുമുളകും പച്ചമുളകും ഇഞ്ചിയും അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വന്നിട്ട് ഇതുവരെയ്ക്ക് അകത്ത് കയറിയിട്ടില്ല. ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ റിയ വന്നിട്ടുണ്ടായിട്ടാ. അപ്പത്തേ ഞങ്ങൾ ഈ 3 ഫാമിലീസ് ആട്ടോ ഇന്ന് ട്രിപ്പ് പോകാൻ പോണത്. കുറെ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. റിയ ആണെന്നുണ്ടെങ്കിൽ ഇച്ചുകൂട്ടിനെ സോപ്പിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യണ സമയത്ത് ഐത്താന്റെ കല്യാണം മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളേ. ബാക്കി 2 പേരുടെ കല്യാണം കൂടി കഴിയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട് ഈ ഒരു ട്രിപ്പ് പോവാൻ വേണ്ടിട്ട്. പൂവ് ഞാൻ ആദ്യമായിട്ടാ കാണണേ. തുളസിയുടെ പൂ കാണണേ. എന്നിട്ടാ കുറച്ച് കഴിഞ്ഞപ്പോ ഞാനും റിയയും ഒരുമിച്ച് ഇച്ചുകുട്ടിനെ സോപ്പിടാൻ നോക്കിട്ടാ. എന്നിട്ട് നടക്കുന്നില്ല കേട്ടാ. അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയുടെ മേത്തുനിന്ന് ഇറങ്ങി വരുന്നേ ഉണ്ടായില്ല കേട്ടാ. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോ തന്നെ വന്ന വഴി തിരിച്ച് അതേപോലെ പോയിട്ടുണ്ട് രഞ്ജിതന്റെ അമ്മ. അമ്മ എവിടെ പോയി? അമ്മ എന്നെ കണ്ടപ്പോഴേ ഓടി. അടുക്കള എവിടെയാ? ഇത് താഴെയോ? എന്നിട്ട് രഞ്ജിത്തേട്ടാ പറയാ അടുക്കളക്ക് ഒരു ഫ്ലോറ്, വീട് ഒരു ഫ്ലോറ്, കഴിക്കണ സ്ഥലം ഒരു ഫ്ലോറ്, എന്നിട്ട് അടുക്കള. ഞങ്ങക്ക് കഞ്ഞിയാന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ഞിയും ചായയോ? നല്ല കോമ്പിനേഷൻ. ചേച്ചി വന്നില്ലേ വീട്ടിലോ? ആ അമ്മയുടെ സംസാരം ശരിക്കും ട്രിവാൻഡ്രം സംസാരം. തമിഴാ? എന്റെ അമ്മയുടെ വീട് തമിഴ്നാട്. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടെ. അടുക്കള താഴെയും ഡൈനിങ് സ്പേസും മേലെയാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിക്കാതിരിക്കുന്നിടത്ത് ഭയങ്കര വൈബാണ് കേട്ടോ. അവിടെ ആയിട്ടായിട്ട് കൊണ്ടുവന്നത് ഇരിക്കില്ലേ ഡ്രസ്സ്, നമുക്ക് അതും കാണിക്കാം. ഞാൻ തുറന്നു നോക്കട്ടെ. കുഞ്ഞിന് 3 വയസ്സായ കുട്ടിക്ക് എടുക്കണ ഡ്രസ് എടുത്തിട്ട് വരും. ആ 1 വയസ്സാകുമ്പോൾ കേട്ടോ. 1 വയസ്സാകുമ്പോൾ നോക്ക് ഡ്രസ് ഞാൻ എഴുതാണ്ട് ഡ്രസ് ഇപ്പളാ ഇട്ട് കൊടുക്കുന്നത്. ആ ഇപ്പളാ ഭാഗം ഇപ്പൊ സെറ്റ്. അതുകൊണ്ട് നന്നായി. നിങ്ങൾ അങ്ങനെ എടുത്തിട്ട് വരുന്നതുകൊണ്ട് എന്തൊരു ഉപകാരം പറയാം. എനിക്കിപ്പോ ഡ്രസ് എടുക്കുന്ന പ്ലേറ്റ് ഉണ്ട്. കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് ഐത്തേട്ടനും രഞ്ജിത്തേട്ടനും 2 പേരും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൊല്ലത്ത് ഇറങ്ങിയപ്പോ തൊട്ടേ രഞ്ജിത്തേട്ടൻ ഇരുന്ന് പറ്റിച്ചോണ്ടിരിക്കുവാണ്ടാ, നിനക്ക് കഞ്ഞിയെ കുടിക്കാൻ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ല നൂലപ്പോ റിയയുടെ സ്പെഷ്യൽ വെജിറ്റബിൾ കറി ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വഴിന്റെ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ നേരെ പൊന്മുടിക്ക് അങ്ങോട്ട് വിടുവാണ് കേട്ടോ ട്രിപ്പ്. റോഡിന്റെ വലത്തെ ഈ റോഡിന്റെ വലത്തെ സൈഡ് തമിഴ്നാട്. മേലക്കില്ലേ? അപ്പൊ നമ്മള് തമിഴ്നാട് കഴിഞ്ഞു. ആ പോലീസ്. ഇപ്പൊ നമ്മള് കേരളത്തില്. അപ്പൊ ഇപ്പൊ നമ്മള് കേരളത്തില് തമിഴ്നാട്ടിലാ. ഇത് കേരളം, അപ്പുറത്ത് തമിഴ്നാടായിരുന്നു അല്ലേ? ഓക്കേ. ക്ലാസ് അയക്കും. വിനു ഡ്രൈവിംഗിലാണ് ഗൈസ്. ഡ്രൈവിംഗില് അല്ല ലൈവ് അല്ല. രഞ്ജിത്തേട്ടൻ്റെ വൈഫ് റിയ, ഇപ്പുറത്ത് ജെസി ചേച്ചി. ഇച്ചുമ്മി ഉറങ്ങി. ഇച്ചുമ്മി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തിരിഞ്ഞുറങ്ങി. മഴയോ?
ഇരുട്ടായല്ലോ പെട്ടെന്ന്. ആന വരും. പോയോളത് അങ്ങനെ നമ്മൾ പോയിട്ട് പൊന്മുടി ചെക്ക് പോസ്റ്റോ അങ്ങനത്തെ എന്തോ ഒരു സാധനം അവിടേക്ക് എത്താനായിട്ടുണ്ടായിരുന്നേ. ചെക്ക് പോസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ ഗാർഡന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെൽക്കം ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ ID കാർഡൊക്കെ കാണിച്ചിട്ട് നമ്മൾ പൊന്മുടിയിലേക്ക് അങ്ങോട്ട് പോകാൻ പോവുകയാണ്. എത്തിയും തോന്നുന്നു, എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അവിടെ കൊണ്ട് പോകോ. കേറുന്നു. റിയ കാണില്ലേ? റിയ കണ്ട അവള് എനിച്ചിരിക്കണ്ട. അടിപൊളിയല്ലേ? ഇത് രസമുണ്ട്. അത് അഡ്വൈസ് ചെയ്തേക്കാണ്. അതന്നെ ജോയിൻ ചെയ്തത് 27. അങ്ങനെ നമ്മൾ കാടും മലയും കുന്നും എല്ലാം കയറി ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കൂടെ അതേ മഴയൊക്കെ പെയ്തിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് പൊന്മുടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ്. ഗസ്റ്റ് ഹൗസിന്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നത് രഞ്ജിത്തേട്ടനാണ്. ഈ രഞ്ജിത്തേട്ടനല്ല കേട്ടോ, വേറൊരു രഞ്ജിത്ത് DJ ചേട്ടനുണ്ട്, പുള്ളിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത്. പൊന്മുടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ ഇത്. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ഞും വന്നിട്ട് ആ ഒരു ഭാഗം കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തെന്നാ പറയാ, നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെക്കിങ് ചെയ്യാനുള്ള പരിപാടി ആയിരുന്നു കേട്ടോ. മഴയും മഞ്ഞും ആയതുകൊണ്ട് തന്നെ തണുപ്പിനും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. തണുത്ത് വിറച്ചിട്ടാട്ടോ എല്ലാവരും നിക്കണത്. ഞാൻ വരെ ഇവിടെ തണുത്ത് വിറച്ചിരിക്കുമ്പോ ഒരാൾ ഇവിടെ സോഫയിലിരുന്ന് കളിക്കുവാണ് കേട്ടോ. ഈ ഗസ്റ്റ് ഹൗസ് കിട്ടാനായിട്ട് നമ്മൾ 3-4 മാസം മുന്നേ ബുക്ക് ചെയ്യണം. അത് പിന്നെ ഗവൺമെന്റ് ഓർഡർ ആക്കി ഇറക്കണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അതെല്ലാം സെറ്റ് ആക്കി തന്നത് രഞ്ജിത്ത് DJ ചേട്ടനായിരുന്നേ. ചേട്ടന് 1000 നന്ദി ഞാൻ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂം കാണാനായിട്ട് റൂമിലേക്ക് പോവാട്ടോ. ഞങ്ങളുടെ ലഗേജ് ഒന്നും ഇപ്പോഴും എടുത്തിട്ടില്ല, അതൊക്കെ വണ്ടിയിൽ തന്നെ ഇരിക്കുവാട്ടോ. റൂം കണ്ടതിന് ശേഷം പോയി എടുക്കാന്ന് വെച്ചിട്ടാണ് നേരെ റൂം കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാനിപ്പോ ഈ കയറി ചെല്ലട ഈ റൂമാണ് നമ്മുടെ റൂം കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബാൽക്കണി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളുടെ റൂം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് രഞ്ജിത്താന്റെ റൂമും കൂടി കാണാനാണ്. അതും ഇതേ സെയിം പോലെ തന്നെയായിരുന്നു, കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. രഞ്ജിത്താന്റെ റൂം കണ്ടു കഴിഞ്ഞപ്പോ ഇതിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഐത്താന്റെ റൂമിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നേ കാണാനായിട്ട്. അവിടെയും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, 3 റൂമും ഒരേപോലെ തന്നെയായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന പോലെ തന്നെ ബാൽക്കണിയും ഉണ്ട്, കസാരയുണ്ട്, എല്ലാം സെയിം തന്നെയായിരുന്നേ. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ പ്രതീക്ഷകൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലടാ റൂമിലൊന്നും. പക്ഷേ ഇത് കാണുന്ന പോലെയല്ല, അടിപൊളിയായിരുന്നേ. നമ്മൾ അവിടെ എത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉച്ച സമയത്തായിരുന്നേ. അതുകൊണ്ട് നേരെ നമ്മൾ ബാഗ് ഒക്കെ എടുക്കുന്നതിനെക്കാട്ടി മുന്നേ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടാ. നല്ല ചോറും സാമ്പാറും അവിയലും മീൻകറിയും ഒക്കെ ഉള്ള ഒരു മീൽസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ലഗേജും ബാഗും ഒന്നും ഇതുവരെക്കും വണ്ടിയിൽ നിന്ന് എടുത്ത് റൂമിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ. റൂമിൽ കയറി റൂം കണ്ടു, അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. യാത്ര ചെയ്തോണ്ടാണോന്ന് അറിയില്ല, അതോ ഇനി ചോറ് കണ്ടോണ്ടാണോന്ന് അറിയില്ല, എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാവരും നല്ലോണം ഫുഡ് കഴിച്ചുട്ടാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ നേരെ കാറിൽ പോയിട്ട് ഞങ്ങളുടെ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ റൂമിൽ കൊണ്ടുവച്ചത്. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ എല്ലാവരും കിടന്നിട്ട് നല്ലൊരു ഉറക്കം കൊണ്ട് ഉറങ്ങിട്ടാ. അത് കഴിഞ്ഞ് എല്ലാവരും ഫ്രഷപ്പ് ഒക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇതേ പൊന്മുടിക്ക് പോവാൻ ഇറങ്ങുവാണ്. അപ്പോഴേക്കൊരു 3-4 മണി ആയിട്ടുണ്ടായിരുന്നു. ടീ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചായ കുടിക്കാനിരുന്നേ. എല്ലാവർക്കും ബ്രെഡ് ഓംപ്ലേറ്റും ചായ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനു ആണെന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ല കേട്ടോ അധികം. അതുകൊണ്ട് അവന്റെ ചായയും ഇപ്രാവശ്യം ഞാൻ കുടിച്ചിട്ടുണ്ടായേ. അവളെ വീട് ഇച്ചുകുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തിരുന്നത് ABCD 1 2 3 ഒക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് അവിടെ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ പൊന്മുടിക്ക് പോവാൻ അങ്ങോട്ട് ഇറങ്ങിട്ടാ. പോണ വഴിക്ക് ഈ ഒരു പ്ലേസ് കണ്ടപ്പോ ഞങ്ങൾ കാർ നിർത്തിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് കുറച്ചേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം നമ്മൾ പൊന്മുടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പൊന്മുടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറെ അധികം പ്രതീക്ഷകൾ ഉണ്ട് എന്റെ മനസ്സില്. പിന്നെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ അകത്തേക്ക് നടന്നുട്ടോ. ഇച്ചുകുട്ടി പോണ പോക്ക് കണ്ടോ, കോഴിക്കുട്ടീനെ പോലില്ലേ.
ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഏതോ ഒരു പാറയുടെ മേലെ കയറിയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കൊള്ളാം ഗൈസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് പൊന്മുടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ താഴെ പോട്ടെ, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. മൂക്കൊക്കെ ഒലിക്കണം, മൂക്കൊക്കെ അടഞ്ഞ്, മുടിയൊക്കെ നനഞ്ഞ്. മഴയൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ കേട്ടോ. ഫോണും പിടിച്ച് നടന്നു കഴിഞ്ഞാൽ ഞാൻ പരലോകത്തേക്ക് എത്തും. അതുകൊണ്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് നടക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ താഴെ ചെന്നിട്ട് ബാക്കി വ്യൂസ് കാണിച്ചു തരാം. എല്ലാവരും ഇറങ്ങുവാണ്. അവിടെ നിന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾ ഇതേ അകത്തേക്ക് പോവായിട്ടാ. പിന്നെയും ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് നിൽക്കണ വിനുവിനെ പോലേക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു മഞ്ഞ് കാരണം. തണുപ്പടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്. വിനു അയത്താട്ടനും രഞ്ജിത്താട്ടനും ഫയർഫോഴ്സ് ക്യാമ്പിൽ വെച്ചിട്ടാണ് കമ്പനി ആവണത്. അന്ന് അയത്താന്റെ കല്യാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെയാണ് രഞ്ജിത്താന്റെ കല്യാണം കഴിഞ്ഞത്. പിന്നെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാ. അന്ന് മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പാട്ടാ 3 ഫാമിലീസും ഒരുമിച്ച് പോകണം എന്നുള്ളത്. അതെന്തായാലും ഇന്ന് നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആൾക്കാർ തപ്പിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങള്. ഡാൻസ് കളി പറ മോളെ. അതെനിക്കുണ്ടത്, എനിക്കിഷ്ടമുള്ളത്. ആരാ ഓടിയോ അങ്ങനെ കുറച്ചു നേരം എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതേ ഇറങ്ങാനായിട്ടാ പുറത്തേക്ക്. എന്റെ മൂക്കൊക്കെ അടഞ്ഞിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുവാണ്. ഇല്ലല്ലോ പോയി അച്ഛമ്മ വരാൻ പറ. കുഞ്ഞുമുത്ത് എന്താ ചെയ്ത മോളെ? കുഞ്ഞുമുത്ത് തല്ലി എന്റെ മോളെ. കുഞ്ഞുമുത്ത് എന്താ ചെയ്തേ? സത്യത്തിൽ ഇച്ചുകുട്ടിയും കുഞ്ഞുമുത്തും നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ഇവര് വീഡിയോ കോൾ വഴി മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം മുതലേ ഇച്ചുകുട്ടി പറയണതാട്ടാ കുഞ്ഞുമുത്ത് അവളെ തല്ലിന്ന് വെറുതെ പറയണേ. നമ്മൾ സ്റ്റേ ചെയ്യണ ഗസ്റ്റ് ഹൗസിൽ തന്നെയുള്ള പാർക്കാണ്. രാത്രി ഞങ്ങൾ തിരിച്ചു വന്നപ്പോ അവിടെയും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അയച്ചുകൂട്ടിനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടാ. ചപ്പാത്തിയും എഗ് റോസ്റ്റും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഗൈസ്? വേറെ ഒന്നുമില്ല, തണുത്ത് മരവിച്ച് വിറച്ച് കൂട്ടിയിട്ടാണ് ഞാൻ ഇരിക്കണത്. ഫുഡൊക്കെ കഴിച്ചിട്ട് രഞ്ജിത്തായുടെ റൂമിലിരുന്ന് കുറെ നേരം സംസാരിച്ചതിന് ശേഷമായിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടായത്. അപ്പൊ പൊന്മുടി വ്ളോഗിന്റെ ഡേ 1 ഇവിടെ അവസാനിക്കുകയാണ്. ഡേ 2ന്റെ വ്ളോഗ് ഞാൻ ഉടനെ ഇടാവേ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ, സീ യു.